ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചൈന അമേരിക്ക എഗ്രിമെൻറ്റ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. സോ അതിൻ്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഓഡിയോ കുറച്ചുകൂടെ 1.25x സ്പീഡിൽ കേൾക്കാൻ ശ്രമിക്കുക. സോ സ്ലോയിൽ സംസാരിക്കുന്ന ഒരാളുടെ വീഡിയോ കുറച്ചുകൂടെ സ്പീഡിൽ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ US ചൈന ട്രേഡിൻ്റെ ഒരു എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടേത് കൺസിഡർ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മുടേത് സ്റ്റേബിളായിട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ US മാർക്കറ്റ് അത്യാവശ്യം നല്ല മുന്നേറ്റം നടത്തി. ജപ്പാൻ മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ് പോലുള്ള ഏഷ്യൻ മാർക്കറ്റ്സിൽ നല്ല മൊമെൻറ്റം കാണുന്നുണ്ട്. സോ ബുള്ളിഷാണ്, അവർ ബുള്ളിഷാണ് എന്നുള്ളതുപോലെ തന്നെ നമ്മളും സ്ലൈറ്റ്ലി ബുള്ളിഷാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 25,800 ആണ്. അപ്പോൾ മാർക്കറ്റ് ടോപ്പ് എൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു കറക്ഷൻ വന്നു, ഒരു 10-20% ഒരു കറക്ഷൻ വന്നു എന്ന് പറയുന്നത് അതൊരു കറക്ഷൻ മാത്രമാണ്, അത് പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്. എന്നാൽ 25,800 ഇന്ന് ഓപ്പൺ ചെയ്യുക 800 മേളിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും. എന്നിട്ട് അത് മേളിലേക്ക് പോകാനായിരിക്കും ശ്രമിക്കുക. സോ അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നതും. സോ 25,800 നിന്ന് മേളിലേക്ക് കയറി നമ്മളൊരു 25,900 മേളിൽ പോയാൽ നമ്മൾ കംഫർട്ടബിളി എത്തുന്നുണ്ടാകും. 26,000 അടുത്ത് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഓരോ ന്യൂസിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. GDP ഡേറ്റ നല്ല നമുക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ കുറേ ഡേറ്റാസ് അവിടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് തന്നെ ഡയറക്റ്റ് പോവാം. ഓക്കെ, ഇത് ലാസ്റ്റ് ഡേ നമ്മൾ ക്രൂഡ് ഓയിൽ ചെയ്തൊരു ട്രേഡാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലെവൽ 44 ഈ ഒരു ലെവലിൽ നിന്ന് ഇത് ബ്രേക്കൗട്ട് ചെയ്താൽ ഇതൊരു ഫ്ലാഗ് പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇവിടെ നിന്നിട്ട് ഇത് പെട്ടെന്നൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടാർഗറ്റ്സ് നമ്മളവിടെ കീപ്പ് ചെയ്തിരുന്നു. 3 ടാർഗറ്റ്സ് മാക്സിമം ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഇതിപ്പോൾ 54, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതും അതേ ലെവലാണ്. ഞാൻ ഈ ട്രേഡ് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന അതേ ലെവലിലാണ്. സോ ഇനിയും ആ ട്രേഡ് റിപ്പീറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ 44 മേളിൽ കയറിയപ്പോഴേക്കും അവിടെ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 64 ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ടാർഗറ്റാണ്, അതൊരു വലിയൊരു ടാർഗറ്റ് അല്ല. അവിടെ സെക്കൻഡ് എൻട്രി കൂടെയാണ്. 44 കഴിഞ്ഞാൽ 64 സെക്കൻഡ് എൻട്രി കൂടെയാണ്. 64 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 584 5584 ഉണ്ടായിരുന്നു. അടുത്ത് 5524 5524 ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 24 പോയില്ല, ബാക്കിയുള്ള 2 ടാർഗറ്റും അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തു. അടുത്ത ഗ്രൂപ്പിൽ ആരോ ഒരാൾ സെക്കൻഡ് ടാർഗറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും സ്ലോലി തിരിച്ചു വന്നു. സോ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഏരിയയിലാണ്. അതിനുശേഷം അത് കയറി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത നിഫ്റ്റിയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി എന്താണോ നമുക്ക് സൈഡ് വേസ് ഏരിയയിൽ നിൽക്കേണ്ടത് ആ ഒരു ഏരിയ, എവിടെയാണോ സപ്പോർട്ട് എടുക്കേണ്ടത് ആ ഒരു സപ്പോർട്ട് ഏരിയ. ഇപ്പോൾ ഇതിന് താഴെ നിൽക്കുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, പെട്ടെന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. സോ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് മേളിൽ കയറി എന്നിട്ട് അത് മേളിലേക്ക് കയറാൻ ശ്രമിച്ചു, തിരിച്ച് വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. സോ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരിക്കും. അതായത് ഈ ഒരു ക്യാൻഡലിന് മുകളിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് 26,000 അടുത്തേക്കായിരിക്കും മൂവ് ചെയ്യാനുള്ള നല്ല സാധ്യത. സോ ഈ ലോയും ഈ നിൽക്കുന്ന 800 റേഞ്ച് അതിൻ്റെ സപ്പോർട്ടായിട്ട്, നിയർ സപ്പോർട്ടായിട്ടും വെയിറ്റ് ചെയ്യാം. 880 സപ്പോർട്ടുണ്ട്. ഇതിന് ശേഷം ഇത് കയറിപ്പോയാൽ 26,000 ആണ് ഇതിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. 960 to 26,000 ആണ് അടുത്ത ടാർഗറ്റ്. 26,100 ആണ് നമ്മൾ തൊട്ട് മുന്നേ റീച്ച് ചെയ്തിട്ടുള്ള ഏരിയ. സോ ഈ ലെവൽസ് ആയിരിക്കും അടുത്ത ഈ വരുന്ന എക്സ്പയറി ഡേയിലേക്ക് നമുക്ക് നോക്കാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ഗ്രൂപ്പിനകത്ത് കുറേ ട്രേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എല്ലാം ഇപ്പോഴും സ്റ്റിൽ വാലിഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് നമ്മളൊന്ന് മാറി ഒരു 880 മേളിലെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ കുറച്ച് നല്ല സ്വിങ്
പൊസിഷൻസ് ഷെയർ ചെയ്യാം. ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിരുന്ന 1-2 സ്റ്റോക്സ് ബുക്ക് ചെയ്തു. പേഴ്സിസ്റ്റൻ്റ് എപ്പോഴും കയ്യിലുണ്ട്, 1-2 സ്റ്റോക്കുകൾ കയ്യിലുണ്ട്. കൊഫോർജ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു അക്കൗണ്ടിൽ കൊഫോർജ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ അക്കൗണ്ടിൽ കൊഫോർജ് ബുക്ക് ചെയ്തിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാണ്, മിക്കവാറും ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ബുക്ക് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അതെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, വേറൊന്നുമില്ല. അറിയിക്കാനുള്ള മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു ലേണിംഗ് കോഴ്സ് റൺ ചെയ്യാറുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കലോ ഇല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആ ഒരു കോഴ്സ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ നേരിട്ട് നമ്മൾ ടെലിഗ്രാമിൽ ലൈവിലൂടെ ഈ പറയുന്ന ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഒരു കംപ്ലീറ്റ് സെഷൻ ഒരു 20 to 24 ലൈവ് സ്ട്രീമിംഗ് സെഷൻസ് വെച്ചിട്ട് ഈ കംപ്ലീറ്റ് കോഴ്സും പഠിപ്പിക്കുന്നുണ്ടാവും. 1-to-1 സെഷൻ, അതായത് ആ ഒരു സ്റ്റുഡൻസ് മാത്രമുള്ള ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പായിരിക്കും അവിടെ അത് പഠിപ്പിച്ചു കൊടുക്കുക. 2 monthsൻ്റെ സെഷനാണ്, എന്നാൽ ലൈഫ് ലോങ് അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം 2 months കൊണ്ട് പഠിക്കാനേ പറ്റുള്ളൂ. അത് നിങ്ങളിലേക്ക് ഡെപ്തിലേക്ക് വന്ന് അത് നിങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ മിനിമം ഒരു 6 months വേണം. അപ്പോൾ അതിനെ ഒരു 2 to 6 monthsൻ്റെ ഒരു കോഴ്സായിട്ടായിരിക്കും ഞാനവിടെ അതിനെ കൺസിഡർ ചെയ്യുക. സോ താല്പര്യമുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത്രയും ടൈം ഞാൻ ഡയറക്റ്റ്ലി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കുക. സോ ഇതിൽ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി അതുകൊണ്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് അവിടെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിങ്ങിലാണ്. ഏറ്റവും കൂടുതൽ നല്ല മാർക്കറ്റ്, നല്ല ബുള്ളിഷ് മാർക്കറ്റ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിനുള്ളിൽ നമുക്ക് നല്ല കംഫർട്ടബിളി ഒരു ലാഭം എടുക്കാൻ പറ്റുന്ന ഈ മാർക്കറ്റാണ്. സോ ആ അവസരങ്ങൾ നല്ല ക്വാളിറ്റി ആയിട്ട് പ്രയോജനപ്പെടുത്താൻ സ്വന്തമായിട്ടൊരു കഴിവ് വേണം. ചിലപ്പോൾ 20-25 ആയിരിക്കണം എന്നല്ല, 20-30 നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇതേ ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത് 20-35 ആണെങ്കിലോ 40 60 പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലുള്ള ഒരു വ്യക്തി, ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിക്ക് സ്വിംഗ് ട്രേഡിങ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. സോ ഓപ്ഷൻസൊക്കെ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും വിൻ റേറ്റ് ഉള്ളത്, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പ്രൈസ് ആക്ഷൻ വൈസ് നമുക്കവിടെ പഠിക്കാൻ പറ്റുന്ന സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും പഠിപ്പിക്കുക. അത് ഏതൊരു മാർക്കറ്റിലും, അത് ക്രിപ്റ്റോയിൽ ഫോക്കസ് ചെയ്യാം, അത് വെച്ച് കമ്മോഡിറ്റിയിൽ, ഫോറക്സിൽ, സ്റ്റോക്കിൽ, ഓപ്ഷൻസിൽ എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മനുഷ്യനും അത് മനസ്സിലാവും. താല്പര്യമുള്ളവർക്ക് വരാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് അനാലിസിസ് കംപ്ലീറ്റ്ലി പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇന്നും ഞാനും ഈ ഒരു ലെവലിലായിരിക്കും ട്രേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ വെളിയിലുണ്ട്. സോ ആ കൊഫോർജൊക്കെ ബുക്ക് ചെയ്ത ക്യാപിറ്റൽ ഇരിപ്പുണ്ട്. പുതിയ സ്റ്റോക്സ് കണ്ടുപിടിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് പോസിറ്റീവിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ആ പൊസിഷനകത്ത് ഡിപ്ലോയ് ചെയ്യുന്നുണ്ടാവും. ഞാനത് അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ട്രേഡ് സേഫ്.